നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം ബോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മോഹൻലാൽ. മമ്മൂട്ടി പോലും 2ാം സ്ഥാനത്താണ്. കോടികൾ ആസ്തിയുള്ള മോഹൻലാലിന് ഊട്ടി, കൊച്ചി, ദുബായ് എന്നിവിടങ്ങളിൽ നിരവധി ആഡംബര വസതികളുമുണ്ട്. ആ വസതികളെക്കുറിച്ച് അറിഞ്ഞാലോ? കൊച്ചിയിൽ മമ്മൂട്ടി പണിത പുതിയ വീടിന്റെ ചിത്രങ്ങളെല്ലാം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ മമ്മൂട്ടിക്ക് മാത്രമല്ല, മോഹൻലാലും കൊച്ചിയിൽ ഹൃദയഹാരിയായ ഒരു വസതിയുണ്ട്. അതും കായൽ തീരത്ത്. തേവരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പണിതതാണ്. നോ ബ്രോക്കർ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്ന ഈ വീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാസൃഷ്ടികളാലും പുരാവസ്തുക്കളാലും അലങ്കരിച്ചതാണ്. ഈ വീട് മാത്രമല്ല, കൊച്ചിയിൽ അദ്ദേഹത്തിന് 9000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മറ്റൊരു ഡ്യൂപ്ലക്സ് അപ്പാർട്ട്മെന്റുമുണ്ട്. ആധുനിക വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണിതെന്ന് ടൈംസ് എന്റർടൈൻമെന്റ്സ് റിപ്പോർട്ടിൽ പറയുന്നു. സമകാലിക ശൈലിയിലുള്ള അലങ്കാരങ്ങളാണത്രേ ഈ അപ്പാർട്ട്മെന്റിന്റെ പ്രധാന സവിശേഷത. ഊട്ടിയിലും മോഹൻലാലിന് ഒരു വസതിയുണ്ട്. താരത്തിന്റെ അവധിക്കാല വില്ലയാണത്രേ ഇത്. കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും ശാന്തമായ നിമിഷങ്ങൾ ചെലവഴിക്കാനും അനുയോജ്യമായ ഒരു അന്തരീക്ഷമാണ് ഈ 3 കിടപ്പുമുറിയുള്ള വില്ല നൽകുന്നത്. ഇന്ത്യക്ക് പുറത്തും താരത്തിന് ആഡംബര ഫ്ളാറ്റ് ഉണ്ട്. ദുബായിലാണിത്. RP ഹൈറ്റ്സിലെ ഈ കെട്ടിടത്തിലെ ഫ്ളാറ്റിന് ഏകദേശം 4000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഏകദേശം 25 കോടി രൂപ വിലമതിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിന്റെ ഉൾഭാഗം ആധുനിക രൂപകൽപ്പനയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $50 മില്യൺ ആണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതായത് ഏകദേശം 400 മുതൽ 450 കോടി രൂപ വരെ. ഒരു സിനിമയ്ക്ക് നടൻ വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 15 കോടി രൂപ വരെയാണ്. സിനിമയ്ക്ക് പുറമെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ, ടെലിവിഷൻ ഷോകൾ എന്നിവയിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വരുമാനം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം 20 കോടിയാണെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ, മൾട്ടിപ്ലക്സ് തിയേറ്റർ ശൃംഖല, റെസ്റ്റോറന്റുകൾ, ഭൂമിയടക്കമുള്ള മറ്റ് നിക്ഷേപങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ ബിസിനസ് സംരംഭങ്ങളും എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് വരുമാനമുണ്ട്. മലയാള സിനിമയിൽ ഒട്ടനവധി താരങ്ങൾ ഉണ്ടെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ മലയാളികൾക്ക് കണ്ടും സ്നേഹിച്ചും മതിവരാത്ത താരം മോഹൻലാലാണ്. മണിക്കൂറുകളോളം ക്യൂ നിന്ന് തങ്ങളുടെ ലാലേട്ടനൊപ്പം കഴിഞ്ഞ ദിവസവും ഫോട്ടോ പകർത്താൻ എത്തിയത് 100 കണക്കിന് ആളുകളാണ്. അവരിൽ കൈക്കുഞ്ഞു മുതൽ പ്രായമായ മുത്തശ്ശിമാർ വരെ ഉണ്ടെന്നതാണ് മറ്റൊരു കൗതുകം. അത്രമേൽ സ്നേഹിക്കപ്പെടുന്ന നടനാണെങ്കിലും താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന വിദ്വേഷ കമന്റുകൾക്കും പോസ്റ്റുകൾക്കും കുറവൊന്നുമില്ല. നടന്റെ ഓരോ ചലനവും സൂക്ഷ്മമായി വീക്ഷിച്ച് അതിൽ പോരായ്മകൾ കണ്ടെത്തുന്നവരുടെ എണ്ണം സോഷ്യൽ മീഡിയയുടെ വരവോടെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരാധകർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന താരത്തിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴും വിമർശനം ഉയർന്നിരുന്നു. കുട്ടികളെ കൊഞ്ചിച്ചില്ല, ജാട കാണിച്ചു, സ്നേഹത്തോടെ പെരുമാറാമായിരുന്നു എന്നിങ്ങനെയായിരുന്നു അവയിൽ ചില കമന്റുകൾ. ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. മോഹൻലാലായി ഇരിക്കുക എന്നത് എളുപ്പമല്ലെന്നും സിനിമയിൽ വന്ന കാലം മുതൽ അദ്ദേഹത്തെ ചൂഷണം ചെയ്ത ചില മനുഷ്യന്മാരെ കുറിച്ചും കുറിപ്പിൽ വിശദമാക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: ഒരിക്കൽ ശോഭന ജോർജ് MLA ക്രൈം ഫയൽ മാഗസിൻ എഡിറ്റർ നന്ദകുമാർ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി EK നായനാർക്ക് നൽകിയൊരു പരാതിയുണ്ട്. അതിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: നന്ദകുമാർ എന്നോട് ഫോണിൽ പറയുകയാണ്, നിങ്ങളുടെ ചിത്രങ്ങൾ വെച്ച് ഞാൻ എനിക്ക് തോന്നിയ പോലെ നിറം പിടിപ്പിച്ച കഥകൾ എഴുതി പ്രിന്റ് ചെയ്തിറക്കും. നിങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കുവാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ നൽകണം. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല സുകുമാർ അഴീക്കോടും മോഹൻലാലും ഒന്നും. നിങ്ങൾ അനുഭവം കൊണ്ടേ പഠിക്കൂവെന്ന് വാശി പിടിക്കരുത് എന്നായിരുന്നു വാചകം. ആ പരാതിയിലെ മോഹൻലാൽ എന്ന പേര് കണ്ടപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കൗമാരക്കാരനായ എന്റെ കൈകളിലേക്ക് കൈമാറിയെത്തിയ ഒരു ക്രൈം ഫയൽ വാരികയുടെ മുഖചിത്രവും ക്യാപ്ഷനും ഓർമ്മ വന്നത്. അതിലെ മുഖചിത്രം മലയാളം കണ്ട ഏറ്റവും ഐശ്വര്യമുള്ള ആ നായകന്റേതായിരുന്നു. അതിന്റെ ഹെഡിംഗ് മോഹൻലാൽ എയ്ഡ്സ് നടിമാർ ഭരിഭ്രാന്തിൽ എന്നായിരുന്നു. ലാലിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുവാനുള്ള ശ്രമം പൊളിഞ്ഞപ്പോൾ പക തീർക്കുവാനുള്ള നന്ദകുമാറിന്റെ ശ്രമം അത്രയ്ക്കും തരം താണതായിരുന്നു. ഇതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ വളരെ ആലങ്കാരികമായി നന്ദകുമാർ ഓർത്തെടുക്കുന്നുമുണ്ട്. ലാലിന്റെ മുഖചിത്രവും ഇങ്ങനെ ഒരു ക്യാപ്ഷനും വെച്ച് വാരിക പ്രിന്റ് ചെയ്ത് ഇറക്കിയതേ ഓർമ്മയുള്ളൂ. കോപ്പി വിറ്റുപോകുന്ന പോക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ടിപ്പറിൽ വരെ പ്രിന്റ് ചെയ്ത് കോപ്പികൾ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലാഭം കിട്ടിയ ലക്കമായിരുന്നു അത് എന്നൊക്കെയാണ് അയാൾ ഓർത്തെടുക്കുന്നത്. ഒരു മനുഷ്യന്റെ അഭിമാനം വിറ്റ് വേറൊരുത്തൻ കഞ്ഞി കുടിക്കുന്ന കാഴ്ച. മികച്ച നടനുള്ള ദേശീയ അവാർഡ് പരിഗണന വേളയിൽ കാരണമില്ലാതെ തള്ളിക്കളയുന്നത് കൊണ്ടോ വ്യക്തി ജീവിതത്തിലെ ഓരോ നീക്കങ്ങളും വരെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്നത് കൊണ്ടോ അല്ല ബീയിങ് മോറൽ ഇസ് നോട്ട് ഈസി എന്ന് പറയുന്നത്.
അത് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ കയറി നിന്ന നാൾ മുതൽ അയാളെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നന്ദകുമാറിനെ പോലുള്ള അനേകായിരം പേരോടൊപ്പം പോരാടി ഈയിടെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്നായിരുന്നു കുറിപ്പ്. അതേസമയം തന്നെ നേരത്തെ മോഹൻലാൽ വെറുക്കപ്പെട്ടവനായിരുന്ന ചിലർക്ക് ഇപ്പോൾ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി മാറിയെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. മോഹൻലാൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലാണ് CPM-നെതിരെയുള്ള സംവിധായകന്റെ പരിഹാസം. സംഘപരിവാറുകൾക്ക് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു അതെന്നും യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. കുറച്ചു നാൾ മുൻപ് വരെ മോഹൻലാൽ ചിലർക്കൊക്കെ വെറുക്കപ്പെട്ടവനായിരുന്നു. ഇത്രയും സൈബർ ബുള്ളിങ്ങിന് വിധേയനായ വേറെ വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. പാത്രം കൊട്ടി കോവിഡിനെ അകറ്റാനും വെയിലേറ്റ് ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കാനും ചാനൽ പരസ്യത്തിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചതുമൊക്കെ വലിയ വിവാദമായി. അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതും കണ്ടു. നടിയെ ആക്രമിച്ച കേസിൽ മോഹൻലാൽ സ്വീകരിച്ച നിലപാടിനെതിരെയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച ചിലർ രംഗത്ത് വന്നു. ദിലീപ് ചിത്രമായ ഭബബയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒരു പറ്റം സ്ത്രീപക്ഷവാദികൾ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നു. ഇവൻ ചാണകത്തിൽ വീണു, ചാണക സംഖ്യയാണ്, സിനിമകൾ ബഹിഷ്കരിക്കണം തുടങ്ങി എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ഇതുകൊണ്ടൊന്നും മോഹൻലാലിനെ ജനമനസ്സുകളിൽ നിന്നും അകറ്റാൻ സാധിച്ചില്ല. അപ്പോൾ മോഹൻലാലിനെ എങ്ങനെയും തങ്ങൾക്കൊപ്പം നിർത്തുന്ന തന്ത്രത്തിലേക്ക് തിരിഞ്ഞു. ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് അവർ മോഹൻലാലിന്റെ ഫാൽക്കെ അവാർഡ് കൊണ്ടാടി. എന്നാൽ കേരളത്തിൽ ആദ്യത്തെ ഫാൽക്കെ അവാർഡ് വാങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ ഇതിനെതിരെ ശബ്ദമുയർത്തി. തനിക്ക് ഈ അവാർഡ് ലഭിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷമൊന്നും നടത്തിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന പോലെ മോഹൻലാൽ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിമുഖമുണ്ടായി. മോഹൻലാൽ തങ്ങൾക്ക് ഒപ്പമാണെന്ന് കരുതിയ സംഘപരിവാറുകാർക്ക് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു അത്. എമ്പുരാനിൽ അവർക്കേറ്റ പ്രഹരം പൃഥ്വിരാജിന്റെ തലയിൽ വെച്ച് മോഹൻലാലിന് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഇടയിലാണ് അടുത്ത അടി മോഹൻലാലിൽ നിന്ന് മണ്ടയ്ക്ക് കിട്ടുന്നത്. നേരത്തെ മോഹൻലാൽ വെറുക്കപ്പെട്ടവനായി കരുതിയിരുന്നവർക്ക് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി. താൻ മനസ്സിലാക്കിയത് പ്രകാരം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ആളാണ് മോഹൻലാൽ. കൂടെ കൂടുന്നവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും എളുപ്പത്തിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ സാധിക്കും. മോഹൻലാലിന്റെ സന്തത സഹചാരികളിൽ കൂടുതൽ പേരും അടിയുറച്ച BJP-ക്കാരാണ്. അത് പ്രിയദർശൻ ആയാലും സുരേഷ് കുമാർ ആയാലും മേജർ രവി ആയാലും കൂടുതൽ BJP അനുഭാവികളാണ്.